ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് നിവിൻ പോളിയുടെ ആദ്യ വെബ് സീരീസ് ഫാമ. ഈ വെബ് സീരീസ് റിലീസ് ആയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലാണ്. ഫാമ ഒരു മലയാളം മെഡിക്കൽ ത്രില്ലർ വെബ് സീരീസ് ആണ്. ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നത് PR അരുൺ. ഈ സീരീസിൽ 8 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇതിലെ സ്റ്റാർ കാസ്റ്റ് നിവിൻ പോളി, സുധീർ രാമചന്ദ്രൻ, നരേൻ, ബിനു പപ്പു, രഞ്ജിത്ത് കപൂർ, അലേക് കപൂർ. സീരീസിലെ ഫസ്റ്റ് 1 to 3 വരെയുള്ള എപ്പിസോഡുകൾ കണ്ടാൽ നിങ്ങൾക്ക് നിവിൻ പോളി പഴയ നിവിൻ പോളി ആയ കാണാം. ഒരു കംബാക്ക് നിവിൻ പോളി ഫ്രം ടീനേജ് ഷെയ്ഡ് ടു മിഡിൽ ക്ലാസ് ഫാമിലി മാൻ ആവുന്നവരെയുള്ള ഈ സീരീസിൽ നിവിൻ പോളി അഭിനയിച്ചിട്ടുള്ളത്. അത് വളരെ അക്യൂറേറ്റ് ആണ് ഡയറക്ടർ നിവിൻ പോളി കൊണ്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ ബോഡി എക്സ്പ്രഷനിലൂടെയാണ് അത് നമുക്ക് ആ മാറ്റം കാണുന്നത്. ഈ സീരീസ് കണ്ടാൽ നിങ്ങൾക്കൊരു ഐ ഓപ്പണിംഗ് സീരീസ് ആണ് റിഗാർഡിംഗ് ഫാർമ കമ്പനീസ്. നമ്മളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന ഡാർക്ക് സൈഡ് എത്ര ഡേഞ്ചറസ് ആണെന്ന് ഇത് നമുക്ക് ഈ സീരീസ് കാണിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഡോക്ടർമാർ എങ്ങനെയാണ് ഇതിന്റെ ഇടയിൽ പെട്ടുപോകുന്നത്, അവരുടെ ഫ്രസ്ട്രേഷനും അവരുടെ സഫറിങ്സും ഈ സീരീസിൽ കാണിച്ചിട്ടുണ്ട്. ഫാർമ കമ്പനീസ് ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിട്ട് മാറുന്നത് എങ്ങനെ, അത് കാരണം ആവുന്ന സൈഡ് എഫക്ട്സ്, അതൊക്കെയാണ് ഈ സീരീസോടെ തീം. അത് ഡയറക്ടർ അരുൺ വളരെ ഐഡിയപരമായി നല്ല തോട്ട്ഫുൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് 2014 സുരേഷ് ഗോപിയുടെ മൂവി അപ്പോ തീക്കിരി ഓർമ്മയുണ്ടോ? അതേപോലത്തെ ഒരു സീരീസ് ആണ് ഇത്. അപ്പോ തീക്കിരി ഡോക്ടറുടെ ഡാർക്ക് സൈഡ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ സീരീസിൽ ഹോസ്പിറ്റലിലെ ഫാർമ കമ്പനീസ് നടത്തുന്ന ഡാർക്ക് സൈഡ് ആണ് ഈ സീരീസ് നിങ്ങൾക്ക് കാണിക്കുന്നത്. 2014 ഇറങ്ങിയ അപ്പു തീക്കിരി ഫേസ് ചെയ്ത നിറയെ പ്രശ്നങ്ങൾ, സിനിമ ബാൻ ചെയ്യണമെന്ന്, തിയേറ്ററിൽ ഓടിക്കാൻ പാടില്ല എന്ന് ഫേസ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ സിനിമ സീരീസ് ആയിട്ട് ഒരു വെബ് സീരീസ് ആയിട്ട് ഇറക്കണതിന്റെ ഒരു കാരണം ഇത് തന്നെയായിരിക്കും. പിന്നെ ഈ സീരീസ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് 2020-21 അറ്റ് ദാറ്റ് ടൈം കോവിഡ് സമയത്തായിരുന്നു. അതും ഒരു റീസൺ ആവാം ഇത് വെബ് സീരീസ് ആയിട്ട് ഇറക്കാനുള്ള പ്ലാൻ. പിന്നെ നെഗറ്റീവ് എക്സ്പെക്ട് എന്ന് പറഞ്ഞാൽ സീരീസ് ഒരു 5 എപ്പിസോഡ് കഴിഞ്ഞ ഒരു സ്ലോ സ്പേസിലാണ് പോകുന്നത്. പക്ഷെ അതൊരു ഗുഡ് കോസ് എക്സാജുറേറ്റ് ചെയ്യാനോ മസാല കയറ്റി അങ്ങനെ ചെയ്യാനൊന്നും നോക്കിയിട്ടില്ല. അവരുടെ ഫോക്കസ് ഫുൾ ടു ഷോ ദി ഡാർക്ക് സൈഡ് ഓഫ് ഫാർമ, അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ വെബ് സീരീസ് ഒരു മെഡിക്കൽ ഡ്രാമ ത്രില്ലർ സീരീസ് ആണ്. ഫാർമ വെബ് സീരീസിനെ ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡയറക്ടർ യൂസ് ചെയ്തിരിക്കുന്ന ഐഡിയാസ് വളരെ സൂട്ടബിൾ ആണ്. എസ്പെഷ്യലി സ്റ്റാർ കാസ്റ്റ് രഞ്ജിത്ത് കപൂർ, അലേക് കപൂർ, ഇവരെല്ലാം നന്നായിട്ടാണ് ഇതിൽ യൂസ് ചെയ്ത് ഓൾ ഇന്ത്യ ഫാർമ നെറ്റ്വർക്കിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ വളരെ എൻഗേജിങ് ആയിട്ടുണ്ട്. പിന്നെ തൃശ്ശൂരുകാർക്ക് വേണ്ടി സീരീസിന്റെ ഫസ്റ്റ് 3 എപ്പിസോഡ് ഇൻട്രോ വടക്കനാഥിനെ കാണിച്ച് ഞാൻ ഈ സീരീസിന് റേറ്റിംഗ് കൊടുക്കുന്നത് 3 out of 5. നിങ്ങൾ ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ റിവ്യൂ കമന്റ് ബോക്സിൽ പറയുക. നന്ദി, നമസ്കാരം.